എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിൻ്റെ ഭാഗമായിട്ടുള്ള കമ്മ്യൂണിറ്റി കോട്ട റാങ്ക് ലിസ്റ്റ്, അതുപോലെ PWD കോട്ട റാങ്ക് ലിസ്റ്റ് എന്നിവ പ്രസിദ്ധീകരിച്ചു. വിദ്യാർത്ഥികൾക്ക് admission.uc.ac.in/admission എന്നുള്ള പേജ് വഴി നിങ്ങൾക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഈ ഒരു പേജിലേക്ക് പ്രവേശിക്കാവുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം FIUGP 2025-26 സെക്കൻഡ് അലോട്ട്മെൻറ്റ് ക്ലിക്ക് ഹിയർ എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അപ്പോൾ നിങ്ങൾ ആ ഒരു ക്ലിക്ക് ഹിയറിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീട് ഈ ഒരു പേജിലേക്കാണ് എത്തുക. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ CAP ID കൊടുക്കുക, അതുപോലെ സെക്യൂരിറ്റി കൊടുക്കുക, ലോഗിൻ ചെയ്യുക. അഥവാ CAP ID യോ സെക്യൂരിറ്റി കീയോ നിങ്ങൾ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഫോർഗോട്ട് ലോഗിൻ ക്രെഡൻഷ്യൽസ് ക്ലിക്ക് ഹിയർ എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തത് കാണാം. അവിടെ നിങ്ങൾ സെലക്ട് രജിസ്ട്രേഷൻ ടൈപ്പ് എന്നുള്ളത് FIUG CAP രജിസ്ട്രേഷൻ 2025 സെലക്ട് ചെയ്യുക. പിന്നീട് നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സ് കൊടുക്കുക, പിന്നീട് മൊബൈൽ നമ്പർ കൊടുക്കുക, സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് പിന്നീട് നിങ്ങൾ ആ ഒരു നൽകിയിട്ടുള്ള ആ ഒരു ഇമെയിൽ IDയിലേക്കും മൊബൈൽ നമ്പറിലേക്കും നിങ്ങൾക്ക് നിങ്ങളുടെ CAP ID യും സെക്യൂരിറ്റി കീയും നിങ്ങൾക്ക് ഇമെയിലായിട്ടും അതുപോലെ തന്നെ SMS ആയിട്ടും ലഭിക്കുന്നതായിരിക്കും. ഇനി അതിനുശേഷം നിങ്ങളുടെ CAP ID യും സെക്യൂരിറ്റി കീയും കൊടുക്കുക, ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത ശേഷം വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പ്രൊഫൈൽ പേജിലേക്ക് എത്തുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ പ്രൊഫൈൽ പേജിൽ ഇതുപോലെ കമ്മ്യൂണിറ്റി ഡീറ്റെയിൽസ് എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് അവിടെയുള്ള ക്ലിക്ക് ഹിയർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ കമ്മ്യൂണിറ്റി കോട്ടയുടെ റാങ്ക് ഡീറ്റെയിൽസ് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, അപ്പോൾ ഇതിൻ്റെ അഡ്മിഷൻ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് ഇതിൻ്റെ അഡ്മിഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ റാങ്ക് അടിസ്ഥാനത്തിൽ, അതായത് നിങ്ങളിപ്പോൾ ഓപ്ഷൻസ് നൽകിയിട്ടുള്ളത്, അതായത് നിങ്ങളിപ്പോൾ സാധാരണ ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് മുമ്പായിട്ട് നിങ്ങൾ 1 മുതൽ 20 വരെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അതിൽ ഈ ഒരു മാനേജ്മെൻറ്റ് കോളേജുകളിലാണ് ഈ ഒരു കമ്മ്യൂണിറ്റി സീറ്റ് ഉണ്ടാവുക. അപ്പോൾ ആ ഒരു കോളേജുകളിലെ കമ്മ്യൂണിറ്റി സീറ്റിലേക്ക് നിങ്ങളെ പരിഗണിച്ചുകൊണ്ടാണ്, അത് നിങ്ങൾ ഏതൊക്കെ ഓപ്ഷനാണോ വെച്ചിട്ടുണ്ടായിരുന്നത് അതിനനുസരിച്ചിട്ടാണ് ആ ഒരു ഓപ്ഷനിലേക്കാണ് വിദ്യാർത്ഥികളെ ഒരു കമ്മ്യൂണിറ്റി കോട്ട സീറ്റിലേക്ക് അലോട്ട്മെൻറ്റിനായിട്ട് പരിഗണിക്കുക. അപ്പോൾ വിദ്യാർത്ഥികളെ കോളേജ് കോൺടാക്റ്റ് ചെയ്യും, അതായത് ഇന്ന സീറ്റിൽ കമ്മ്യൂണിറ്റി സീറ്റിൽ നിങ്ങൾക്ക് അഡ്മിഷൻ ഉണ്ട്, അപ്പോൾ നിങ്ങൾ വന്നിട്ട് അഡ്മിഷൻ എടുക്കണം എന്ന് പറയും. അപ്പോൾ അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള സീറ്റ്, അതായത് കമ്മ്യൂണിറ്റി കോട്ടയിൽ കിട്ടിയിട്ടുള്ള സീറ്റ് അത് ഇഷ്ടപ്പെട്ട കോഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് പോയിട്ട് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത സീറ്റ് ആണെങ്കിൽ നിങ്ങൾ അഡ്മിഷൻ എടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ഇഷ്ടമാണ് പോയിട്ട് അഡ്മിഷൻ എടുക്കണോ വേണ്ടയോ എന്നുള്ളത്. അതുപോലെ തന്നെ ആ ഒരു കോളേജ് പറയുന്ന നിശ്ചിത സമയത്തിനുള്ളിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കണം. അതല്ലെങ്കിൽ പിന്നീട് ആ ഒരു സീറ്റ് മറ്റു വിദ്യാർത്ഥികൾക്ക് കൊടുക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു നിങ്ങളെ കോളേജിൽ നിന്ന് വിളിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾ കോളേജിൽ അങ്ങോട്ടേക്ക് വിളിച്ച് ചോദിച്ചാൽ മതി. അതാ നിങ്ങൾക്ക് ഇന്ന റാങ്കാണ്, അപ്പോൾ നിങ്ങൾക്ക് അവിടെ അഡ്മിഷൻ കിട്ടുമോ എന്നുള്ളത്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് അഡ്മിഷൻ തരാൻ പറ്റുമെങ്കിൽ നിങ്ങൾ അവിടെ നിന്ന് വരാനായിട്ട് പറയും. അപ്പോൾ അങ്ങനെയെങ്കിൽ പോയിട്ട് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. ഇനി വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട ഒരു സംശയമാണ് ഈ ഒരു കമ്മ്യൂണിറ്റി കോട്ട അഡ്മിഷൻ, അതായത് അലോട്ട്മെൻറ്റ് കിട്ടിയാൽ അഡ്മിഷൻ എടുക്കേണ്ട നിർബന്ധമാണോ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സ് ആണെങ്കിൽ നിങ്ങൾ പോയിട്ട് അഡ്മിഷൻ നേടിയാൽ മതി. ഇഷ്ടമില്ലാത്ത കോഴ്സ് ആണെങ്കിൽ നിങ്ങൾ പ്രത്യേകിച്ച് ജോയിൻ ചെയ്യേണ്ടതില്ല. കാരണം സാധാരണ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു കോഴ്സ് ആണെങ്കിലാണ് ആ ഒരു കോഴ്സ് നമ്മൾ പഠിക്കാനായിട്ട് തിരഞ്ഞെടുക്കുക. അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ആ ഒരു കോഴ്സ് ആണെങ്കിൽ പോയിട്ട് ജോയിൻ ചെയ്യുക. ഇഷ്ടപ്പെടാത്ത കോഴ്സ് ആണെങ്കിൽ ജോയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ നിങ്ങൾ അഡ്മിഷൻ നേടാൻ പോകുമ്പോൾ എത്ര രൂപയാണ് അഡ്മിഷൻ ടൈമിൽ അടക്കേണ്ട ഫീസ്, കാര്യങ്ങൾ എന്നിവയൊക്കെ കൃത്യമായിട്ട് കോളേജിൽ വിളിച്ച് ചോദിച്ച് മനസ്സിലാക്കേണ്ടതാണ്. അതുപോലെ തന്നെ PWD കോട്ടയുടെ ആ ഒരു ഡീറ്റെയിൽസും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ കൃത്യമായിട്ട് കോളേജിൽ കോൺടാക്റ്റ് ചെയ്ത് ആ ഒരു PWD കോട്ടയുടെ റാങ്ക് ഡീറ്റെയിൽസ് മനസ്സിലാക്കേണ്ടതാണ്. ചില കോളേജുകളുടെ വെബ്സൈറ്റിലും പ്രസിദ്ധീകരിക്കാറുണ്ട്. അപ്പോൾ കോളേജ് വെബ്സൈറ്റുകളുടെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ജസ്റ്റ് നിങ്ങൾ ബ്രൗസർ ഉപയോഗിച്ചുകൊണ്ട് ജസ്റ്റ് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. അതല്ലെങ്കിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ തന്നെ കോളേജ് ഡീറ്റെയിൽസിൻ്റെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് കോളേജിൻ്റെ ഈ ഒരു വെബ്സൈറ്റിൻ്റെ അഡ്രസ്സ് കിട്ടുക എന്ന് ചോദിച്ചാൽ, നിങ്ങൾ ഈ ഒരു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വെബ്സൈറ്റ് ആയിട്ടുള്ള admission.uc.ac.in/admission എന്നുള്ള പേജ് ഓപ്പൺ ചെയ്യുക. സൈഡിലായിട്ട് ഇതുപോലെ 3 ലൈൻസ് കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതാണ് മെനു ബാർ, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ കോളേജസ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാം, കോളേജസിൽ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്യുന്ന സമയത്ത് വിദ്യാർത്ഥികൾക്ക് ഇതുപോലെ കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത്, ഇവിടെ സെൽഫ് ഫിനാൻസ് കോളേജ്, അതായത് ഓരോ ജില്ലയിലെയും സെൽഫ് ഫിനാൻസ് കോളേജുകളുടെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഗവൺമെൻറ് കോളേജസ് ഉണ്ടാവും, അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും ഇതിൽ ഉണ്ടാവും. അപ്പോൾ ജസ്റ്റ് അത് ഈ ഒരു രീതിയിൽ നിങ്ങൾ സ്ക്രോൾ ചെയ്ത് നോക്കുക. അതുപോലെ എയ്ഡഡ് കോളേജസ് ഉണ്ട്, അതുപോലെ തന്നെ ഗവൺമെൻറ് കോളേജും ഉണ്ടാവും എന്നാണ് തോന്നുന്നത്, ഉണ്ടാവും. അതുപോലെ യൂണിവേഴ്സിറ്റി ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. അതുപോലെ തന്നെ കൂടുതൽ സെൽഫ് ഫിനാൻസ് കോളേജസാണ്, ഗവൺമെൻറ്റും ഉണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ഏത് കോളേജിൻ്റെ ആ ഒരു വെബ്സൈറ്റ് അഡ്രസ്സാണോ അറിയേണ്ടത്, ആ ഒരു കോളേജിൻ്റെ പേര് നോക്കുക. പേര് നോക്കിയ ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് അവിടെ ആ ഒരു പ്രോഗ്രാംസ് എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. പ്രോഗ്രാംസിൽ സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഏറ്റവും താഴെയായിട്ട് മോർ ഡീറ്റെയിൽസ് ഓപ്ഷൻ കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുക.
അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ആ ഒരു കോളേജിൻ്റെ ഡീറ്റെയിൽസ് വരും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ആ ഒരു കോളേജിൻ്റെ വെബ്സൈറ്റ് ഉണ്ടാവും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം ആ ഒരു കോളേജിൻ്റെ വെബ്സൈറ്റ്. അതുപോലെ തന്നെ ബോയ്സ് ഹോസ്റ്റൽ ഉണ്ടോ, അതുപോലെ ഗേൾസിന് ഹോസ്റ്റൽ ഉണ്ടോ എന്നൊക്കെ, അതുപോലെ തന്നെ കോളേജിൻ്റെ ലൊക്കേഷൻ എന്നിവയൊക്കെ നിങ്ങൾക്കിതിൽ കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് കോളേജിൻ്റെ വെബ്സൈറ്റ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് ഗവൺമെൻറ് കോളേജിൻ്റേതായാലും അല്ലെങ്കിൽ സെൽഫ് ഫിനാൻസിൻ്റേതായാലും നിങ്ങൾക്ക് ഈ രീതിയിൽ വെബ്സൈറ്റ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റിയുടെ ഡിപ്പാർട്ട്മെൻറ്റ് സെൻറ്റേഴ്സിൻ്റേതാണെങ്കിൽ അതിൽ ഇവിടെ വെബ്സൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു അഡ്രസ്സാണ്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് ചില കോളേജുകളിൽ ഈ ഒരു ഹോസ്റ്റൽ സൗകര്യം എല്ലാവർക്കും ലഭ്യമാകും. അതുപോലെ ചില കോളേജിൽ എല്ലാവർക്കും ഹോസ്റ്റൽ ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് സെൽഫ് ഫിനാൻസ് കോളേജ് നോക്കാം. അപ്പോൾ സെൽഫ് ഫിനാൻസ് കോളേജ് ആകുമ്പോൾ ജസ്റ്റ് ഇതേ രീതിയിൽ തന്നെ സെലക്ട് ചെയ്ത് കൊടുക്കാം. മോർ ഡീറ്റെയിൽസിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഏത് സെൽഫ് ഫിനാൻസ് കോളേജൊക്കെയാണ് ഓപ്ഷൻ വെച്ചിട്ടുള്ളത് അതിൻ്റെയൊക്കെ ആ ഒരു PWD കോട്ടയിൽ നിങ്ങൾ ഉണ്ടാവും. അതുപോലെ തന്നെ അതിൻ്റെ വെബ്സൈറ്റ് ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് അതിൻ്റെ വെബ്സൈറ്റിൽ അവിടെ ആ ഒരു വെബ്സൈറ്റ് ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് അവിടെ ഉണ്ടാകുന്നതാണ്. ചിലത് വെബ്സൈറ്റ് ഇല്ലാതെ ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് അവിടെ കോൺടാക്റ്റ് ചെയ്ത് ഡീറ്റെയിൽസ് ചോദിച്ചാൽ മതിയാകും. അപ്പോൾ നിങ്ങൾക്കത് പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ ഇനി വിദ്യാർത്ഥികൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ റാങ്ക് എത്രയാണ് നോക്കുക. അപ്പോൾ നിങ്ങളെ കോളേജിൽ നിന്ന് കോൺടാക്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ കോൺടാക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ അഡ്മിഷൻ കിട്ടാനുള്ള സാധ്യത ഉണ്ട് എന്ന് മനസ്സിലാക്കാം. അതേസമയം വിദ്യാർത്ഥികളെ കോളേജിൽ നിന്ന് കോൺടാക്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്നത് കോളേജിൽ നിങ്ങൾ അങ്ങോട്ടേക്കൊന്ന് വിളിച്ച് ചോദിക്കുക. അതായത് നിങ്ങളുടെ റാങ്ക് ഇത്രയാണ്, അപ്പോൾ എനിക്ക് അവിടെ അഡ്മിഷൻ കിട്ടുമോ എന്നുള്ളത്, അത് കമ്മ്യൂണിറ്റി കോട്ടയിൽ അഡ്മിഷൻ കിട്ടുമോ എന്നുള്ളത് നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് അഡ്മിഷൻ സാധ്യത ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ അഡ്മിഷൻ തരുന്നതായിരിക്കും. അതുപോലെ നിങ്ങളെ കോളേജ് വിളിച്ച് ഇന്ന ദിവസത്തിനുള്ളിൽ അഡ്മിഷൻ എടുക്കാൻ വരണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള കോഴ്സാണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾ പോയിട്ട് ആ ഒരു നിശ്ചിത ദിവസത്തിനുള്ളിൽ പോയിട്ട് അഡ്മിഷൻ നേടുക. കാരണം നിശ്ചിത ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് ആ ഒരു സീറ്റ് മറ്റൊരു വിദ്യാർത്ഥിക്ക് അലൊക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അഡ്മിഷൻ ക്ലോസ് ചെയ്യുന്നത് വരെയാണ് ഈ നിലവിൽ നിങ്ങളുടെ ഈ ഒരു അതായത് കമ്മ്യൂണിറ്റി കോട്ട അതുപോലെ PWD കോട്ടയിലേക്കുള്ള അഡ്മിഷൻ നടത്തപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ അഡ്മിഷൻ നേടിയിട്ടില്ലെങ്കിൽ മറ്റൊരു വിദ്യാർത്ഥിക്ക് ആ ഒരു കോളേജിൽ ആ ഒരു കോഴ്സിൽ ചാൻസ് കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സാണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. ഇഷ്ടപ്പെട്ട കോഴ്സല്ല നിങ്ങൾക്ക് താല്പര്യമില്ലാത്തതാണെങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അതുപോലെ തന്നെ പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന മറ്റ് പ്രധാനപ്പെട്ട കാര്യമാണ്, എനിക്കിപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്, അപ്പോൾ എനിക്കിപ്പോൾ കമ്മ്യൂണിറ്റി കോട്ടയിൽ അഡ്മിഷൻ കിട്ടിയാൽ എന്നെ തേർഡ് അലോട്ട്മെൻറ്റിന് പരിഗണിക്കുമോ എന്നുള്ളത്. തേർഡ് അലോട്ട്മെൻറ്റിന് പരിഗണിക്കുന്നതാണ്. അതിന് പ്രത്യേകിച്ച് പ്രോബ്ലം ഒന്നുമില്ല. കാരണം വിദ്യാർത്ഥികൾക്ക് തേർഡ് അലോട്ട്മെൻറ്റ് വരുന്നത് വരെ ഈ ഒരു കോളേജുകൾ കമ്മ്യൂണിറ്റി കോട്ട അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാലും അഡ്മിഷൻ നേടാൻ അത്രയും സമയം ടൈം കൊടുക്കാറുണ്ട്. സാധാരണ മുൻ വർഷമൊക്കെ ആ ഒരു രീതിയിൽ ടൈം കൊടുക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നതിൽ വെച്ച് ഏറ്റവും നല്ല സീറ്റ് ഏതാണോ അവിടെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട് തേർഡ് അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള നിർദ്ദേശങ്ങൾ യൂണിവേഴ്സിറ്റി നൽകുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾ ആ ഒരു നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ആ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ചിലപ്പോൾ യൂണിവേഴ്സിറ്റി ആ ഒരു സമയത്ത് കമ്മ്യൂണിറ്റി കോട്ട സീറ്റിൽ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അഡ്മിഷൻ നേടണം എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ അങ്ങനെയെങ്കിൽ അഥവാ അഡ്മിഷൻ നേടിയിട്ടില്ല, തേർഡ് അലോട്ട്മെൻറ്റ് മറ്റ് ഓപ്ഷനിലേക്ക് കിട്ടുകയാണെങ്കിൽ തേർഡ് അലോട്ട്മെൻറ്റ് കിട്ടിയ സീറ്റിലേക്ക് മാറേണ്ടതായിട്ട് വരും എന്നൊക്കെ യൂണിവേഴ്സിറ്റി മുൻ വർഷങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള നിബന്ധനകൾ വരുന്ന സമയത്ത് നിങ്ങളെ ആ ഒരു കാര്യം അറിയിക്കുന്നതാണ്. നിലവിൽ നിങ്ങൾ ചെയ്യേണ്ടത് കോളേജിൽ കോൺടാക്റ്റ് ചെയ്യുക. അത് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യില്ല, കോളേജ് നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യും. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് കോളേജിൽ പോയിട്ട് ജോയിൻ ചെയ്യാവുന്നതാണ്. സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥികൾ കോളേജിൽ പോയിട്ട് ജോയിൻ ചെയ്യുക. കാരണം കിട്ടിയ സീറ്റ് വെറുതെ നഷ്ടപ്പെടുത്തേണ്ടതില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.